ഹലോ ഗൈസ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മോമി റെസിപ്പീസ്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ്. ഈദിൻ്റെ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വ്ളോഗാണ് ഷെയർ ചെയ്യുന്നത്. മാത്രമല്ല ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈദിൻ്റെ അന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ തലേ ദിവസം തന്നെ അതിലേക്കുള്ള മസാല ഉണ്ടാക്കി വെച്ചു. പിന്നെ അന്ന് രാത്രി മൈലാഞ്ചിയും കൂടെ ഇട്ടിട്ടാണ് കിടന്നത്. അപ്പം മൈലാഞ്ചി ഇട്ടതെന്ന് പറഞ്ഞാൽ നല്ലോണം നേരം വൈകിയിട്ടാണ് ഇട്ടത്. അപ്പം അതിനോണ്ട് തന്നെ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ തന്നെ ആദ്യം നോക്കുന്ന മൈലാഞ്ചിമ്മക്ക് തന്നെയാണ്. അപ്പോൾ അതാ പറിച്ച് മാറ്റുന്നുണ്ട്. അപ്പം നല്ല പോലെ സ്റ്റെയിൻ കിട്ടിയിട്ടുണ്ട്. ഓർഗാനിക് മെഹന്തിയാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ രാവിലെ അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ തന്നെ ഏകദേശം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ളതും ചിക്കൻ പൊരിക്കാനുള്ളതും എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ പായസത്തിൻ്റെ കാര്യം മാത്രമേ ഉള്ളായിരുന്നു. അത് ഞാനാണ് ചെയ്തത്. ഒരു പായസം ഞാൻ ഉണ്ടാക്കി, ഒന്നും ഉണ്ടാക്കി. പിന്നെ ചിക്കനും കാര്യങ്ങളൊക്കെ പൊരിക്കാൻ വെച്ചു. പിന്നെ എന്താ ഇവിടെ കുറച്ച് ആൽമണ്ട്സ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് പായസത്തേക്കുള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങാപ്പാലും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ അരിപ്പായസത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഇതവിടെ ഒരു ബാച്ച് ബിരിയാണി ആയിട്ടുണ്ട്. അപ്പം ഇവിടെ 2 പ്രാവശ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. കുറച്ചധികം വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിനോണ്ട് തന്നെ കുക്കറിലായതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമ്മൾ പായസത്തേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചവ്വരി കുറച്ച് വേവിച്ചെടുക്കുകയാണ്. പിന്നെ ഇതാ നമ്മുടെ പായസത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും ക്യാരറ്റ്സാണ് എടുത്തിട്ടുള്ളത്. അപ്പം ക്യാരറ്റും ബദാമും വെച്ചിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അപ്പം ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ വെന്ത് കിട്ടൂല. ഇനി ഇത് നെയ്യിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ട് വേവിക്കുന്നില്ല. ഈ ഒരു നെയ്യിലിട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അതിനോണ്ടാണ് നമ്മൾ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് മാത്രം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ വേറെ പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അതിനി നമുക്ക് ആൽമണ്ട്സിൻ്റെ കൂടെ അരച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചവ്വരി കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതാ ഇവിടെ ഒരു മിക്സർ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ബദാം തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുക. അത് നല്ലപോലെ ചൂടാറിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ ഈ പായസത്തിലേക്ക് വേണ്ടിയിട്ട് 2 പാക്കറ്റ് പാലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ക്യാരറ്റ് എടുക്കുന്നതിനനുസരിച്ചിട്ട് പാലിൽ കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാ ഞാനിവിടെ 2 പാക്കറ്റ് പാലും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള ഒരു ബദാമും അതുപോലെ തന്നെ ക്യാരറ്റും കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കണ്ടൻസ് മിൽക്കും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ പായസം ഇവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് അവസാനമായിട്ട് തന്നെ നട്ട്സൊക്കെ ഒന്ന് വറുത്തിട്ട് കൊടുക്കണം. അതും കൂടെ ഉള്ളൂ. ഇനി നമുക്ക് നട്ട്സൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തൊക്കെ നെയ്യിട്ട് കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ആൽമണ്ട്സ്, പിസ്ത, അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂസാണ് എടുത്തിട്ടുള്ളത്. നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് അതിട്ട് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് നമ്മുടെ പായസത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ നല്ല അടിപൊളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നമ്മൾ കുളിച്ച് നമ്മുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. അപ്പം ചിക്കൻ ബിരിയാണിയാണ് ഉള്ളത്. പിന്നെ ബീഫ് വരട്ടിയതുണ്ട്, ചിക്കൻ പൊരിച്ചതും ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അധികമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. കാരണം ആർക്കും വീട്ടിലേക്ക് വരാനൊന്നും പറ്റുന്ന സിറ്റുവേഷൻ അല്ലല്ലോ. പിന്നെ നമ്മൾ ഡെസേർട്ടായിട്ട് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിസ്ത ആൻഡ് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2 വിധം പായസം, അരിപ്പായസം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്യാരറ്റ് പായസം. ഈ 2 പായസമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈദ് വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇന്ന് കാണിച്ചിട്ടുള്ള റെസിപ്പി മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് മറക്കാതെ തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.